ഡോക്ടറെ, ഞാൻ ഒരാളെ കൊന്നു എന്റെ ഉന്മാദാവസ്ഥയില്. എനിക്കറിയില്ല. ഈ ഭ്രാന്തില്ലാത്തവർ എത്ര ലക്ഷം പേരെയാ കൊല്ലുന്നത്? ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, ബുഷ്, പോൾപോട്ട്, എത്ര ദശലക്ഷം പാവങ്ങളെയാ? എനിക്കൊരു ഉത്തരം തരുമോ? അബ്സല്യൂട്ട് ട്രൂത്ത്. പക്ഷേ സാറേ, സാറിന്റെ മനസ്സിന് അസുഖമൊന്നുമില്ല. രക്ഷപ്പെട്ടോളൂ, ഈശ്വരൻ അടിച്ചോളൂ. പോട്ടെ പോട്ടെ. ഡോക്ടർ, കുറച്ച് കൂടുതലാ. ഒരു പ്രാവശ്യം കൂടെ ഷോക്ക്. നോ. കോഴിയുടെ കഴുത്ത് പിരിക്കണ പോലെ നിന്നെ കൊല്ലും. കഴിച്ചോ? കഴിച്ചു. എന്ത് കഴിച്ചു? ഇഡലി. എത്ര എണ്ണം കഴിച്ചു? 3. അമ്മണി ഇന്നലെ ഉറങ്ങിയോ? അവരെന്റെ മുടി മുറിച്ചു കളഞ്ഞു. സാരമില്ല കേട്ടോ, നമുക്ക് മുടിയൊക്കെ വളർത്താം. പിന്നെ ഓ മോള്. ഡോക്ടറെ, ഒരപേക്ഷയുണ്ട്. ഈ കുഞ്ഞിനെ ഞങ്ങളുടെ വാടിയിൽ നിന്ന് കൊണ്ടുപോകരുത്. ആര് പറഞ്ഞു കൊണ്ടുപോകും? ആരും കൊണ്ടുപോകില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പോരെ? എന്താ ചക്കയില്ലേ? ഞങ്ങള് കുട്ടിയെ മടിയിൽ കിടത്തി നോക്കി, ഒരു റെസ്പോൺസും ഇല്ല. വെരി സ്ട്രേഞ്ച് കേസ്. ഇവരെന്തെങ്കിലും ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ. നാട്, ബന്ധുക്കള്. ഞങ്ങൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ്. ഇങ്ങനെ വൃത്തിയില്ലാതെ രോഗം വരാണ്ട് ശ്രദ്ധിക്കേണ്ടവര്. ഒരു രോഗമായിട്ട് ഇവിടെ വരുന്നവര് 10 രോഗമായിട്ടായിരിക്കും ഇവിടുന്ന് മടങ്ങുക. ഇല്ല, ഇവിടെ വന്ന ആൾക്ക് മടക്കല്ല, തിരിച്ചു പോക്കില്ല. ഇനി ഒറ്റ പോക്ക്. മറ്റെല്ലാ രോഗം ക്യാൻസർ വരെ മാറും. പക്ഷേ നമ്മുടെ രോഗം മാറില്ല. മാറാൻ മനുഷ്യർ സമ്മതിക്കില്ല. മജിസ്ട്രേറ്റിൻ്റെ ഓർഡറുണ്ട്, ഇഷ്ടം പോലെ ചെയ്തോളാം. മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് എന്ന നിലയ്ക്ക് യെസ്, ഞാൻ തീരുമാനിച്ചു. കുട്ടി ഇവിടെ നിൽക്കട്ടെ. ശരി, സമ്മതിച്ചു. ബട്ട് കുട്ടിയായിട്ട് നോക്കും. ആ തള്ളയാണെങ്കിൽ ഞാൻ നോക്കും. എന്തായാലും അതൊരു മനുഷ്യക്കുഞ്ഞല്ലേ, നമ്മൾ ഡോക്ടർമാരുമാണ്. യെസ്, ഐ നോ. ഇതാ കുഴപ്പം. 2 എണ്ണം അടിച്ചാ ഒന്ന് പെരുമാറിയില്ലേ ഒരു സുഖവുമില്ല. കൈ ധരിക്കുന്നു. മുമ്പൊക്കെ എന്ത് സുഖമായിരുന്നു. ഇഷ്ടം പോലെ പെരുമാറാം. അത് സത്യ. പൂസായ ഒന്ന് പൂശണം, അതിനൊരു താപ്പുമില്ല. ഈ പഹയനാണെങ്കിൽ മാറ്റം പോണൂല്ല. പാവങ്ങള്, നിങ്ങൾക്ക് എന്താ? താൻ പോണോ അവിടുന്ന്? പ്രാന്തന്മാരെ തല്ലണം, അതൊരു ട്രീറ്റ്മെന്റ്. ഷോക്ക് കൊടുക്കുന്ന പോലെ നമുക്കൊരു സുഖവും. ഏത്
ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന സുഖവും. സാധനമുണ്ട് ഒരു തുള്ളി. ഉള്ളഞ്ഞ ഞാനേ ഒന്ന് തപ്പട്ടെ. ഈയൊക്കെ എന്താ ഇപ്പൊ ആ കുട്ടിക്ക് പേരിടണം അത്ര? ഇതെന്താ അയാളുടെ ഭാര്യയാണോ? അതുകൊണ്ട് എന്താ ഡോക്ടർ, ഒരു പേര് വേണ്ടേ? വേണം. ഒരു നമ്പറായാലും. അതിനാ കുട്ടി ഇവിടുത്തെ പേഷ്യന്റ് അല്ലല്ലോ. ദെൻ വാട്ട്സ് റെമഡി? ഒരു പേരെന്തായാലും പേരിടാം. പിന്നെ ചോറൂണും. ശരിക്കും ഒക്കെ ഭ്രാന്താ. ഇവിടെ വന്നു പെട്ടതേ കഷ്ടകാലം. ആ കുതിരവട്ടത്തോ അല്ലെങ്കിൽ എന്ത് പറ്റിയ ഡോക്ടർ? ഇന്ന് ഇടം തിരിഞ്ഞാണോ എണീറ്റത്? ഇടത്തും വലത്തൊന്നും അല്ല ഡോക്ടറെ, ഇത് ചിക്കിളി കിട്ടാത്തതിന്റെ കുറവാ. നിന്റെ കുഞ്ഞിൻ്റെ പേര് ഒരു പ്രാവശ്യം അതിൻ്റെ കാലിൽ നിന്ന് വിളിച്ചേ മാനസി. നിന്റെ കുഞ്ഞല്ലേ, ഒരു പ്രാവശ്യം നിനക്ക് വിളിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം അതിൻ്റെ കാലൊന്ന് വിളിച്ചേ. നിന്റെ കുഞ്ഞല്ലേ മാനസി, വിളിക്കേ. നിനക്ക് പറ്റും. ഒരൊറ്റ പ്രാവശ്യം വിളിക്കേ മാനസി. മാനസി മാനസി മാനസി. ഇടവമാസപ്പെരും മഴ പെയ്ത രാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. തെരുവിൻ്റെ കോണില പീടികത്തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ. ഇരുളും തുരന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീടികത്തിണ്ണയിൽ കണ്ടു. നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും. അരികത്തടുത്തിതാ ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും. അമ്മയുടെ നോവാറിയില്ല ആ ഭ്രാന്തി കുഞ്ഞിനെ കൺചിമ്മി നോക്കി. ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന് പാലില്ല, പാൽനിലാവില്ല. ഈ തെരുവിനോരനാഥയെ തന്നിട്ടു പോയവൾ നോവും നിറമാറുമാ. രാത്രിയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നുപോയി. കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം. ഉദരത്തിലൊരു തുള്ളി ബീജം. ഉടുതുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു. ഗർഭം പുതച്ചു നടന്നു. അവളറിയാതവൾ യജ്ഞത്തിലെ പാപഭുക്കായി കീർത്തി നേടി. ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു കിരാതരാം പകൽ മാന്യ മാർജാരവർഗം.
ഈ തെരുവിനോരനാഥയെ തന്നിട്ടു പോയവൾ തേങ്ങുന്ന മൗനമായി ഭ്രാന്തി. ഞാനിനി എന്തെന്നറിയാതെ നിൽക്കവേ എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം, എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം.